ചേവായൂർ വിഷയത്തിനകത്ത് കോൺഗ്രസ് പറയുന്നത് കരുവന്നൂർ പോലുള്ള ഒരു വലിയ ബാങ്ക് വിഷയങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് സഹകരണ മേഖലയെ തകർക്കാനുള്ളൊരു ശ്രമവും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. എന്നാൽ ജനാധിപത്യത്തിന് വിരുദ്ധമായി അത്തരത്തിലുള്ള ഒരു ബാങ്ക് പിടിച്ചടക്കാനുള്ള വലിയ ഗൂഢാലോചനയാണ് നടന്നത് എന്നുള്ളതാണ്. ചേവായൂരിൽ യഥാർത്ഥത്തിൽ കെ സുധാകരനല്ലേ കൊലവിളി നടത്തിയത്. അദ്ദേഹം ഒരു നാടിനെയും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളെയും വെല്ലുവിളിക്കുന്ന രൂപത്തിൽ എല്ലാവരെയും തട്ടിക്കളയുന്ന രൂപത്തിൽ പ്രഖ്യാപിച്ചിട്ട് ഇവിടെ ഒരു മീഡിയയും അല്ലും മറ്റാരുകളാരും അതിനെ അപലപിക്കാൻ മുന്നോട്ട് വന്നില്ലല്ലോ. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വായിൽ ഉണ്ടാകാൻ പാടില്ലാത്ത രൂപത്തിലുള്ള വെല്ലുവിളിയും കൊലവിളിയും അല്ലേ അതിലെ ബഹുമാനായ KPCC പ്രസിഡന്റ് അവിടെ നടത്തിയത്. അവിടുത്തെ ജനങ്ങളെ ആ രൂപത്തിൽ വെല്ലുവിളിച്ചപ്പോൾ അവരതനുസരിച്ച് പ്രതികരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണുന്നത്. അതിനി വേറെ മറ്റു രൂപത്തിൽ മറ്റുള്ളവരെ പഴി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷേ അതിൽ യഥാർത്ഥ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന ആരോപണം. അല്ല, 4 മണി വരെ വോട്ട് നടക്കുന്നിടത്ത് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നില്ല. അതിനുശേഷം തോക്കുമെന്ന് കണ്ടപ്പോഴല്ലേ പിന്നെ പത്രസമ്മേളനമൊക്കെ നടത്തി വിഷയം മാറ്റി മറ്റു രൂപത്തിലേക്ക് വന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവരുന്നയിക്കുന്ന ഈ നീക്കമെല്ലാം തികച്ചും അവരുടെ പരാജയത്തിൽ നിന്നുള്ള അവരുടെ വിഷമം മറച്ചു പിടിക്കാൻ വേണ്ടി എടുക്കുന്ന ശൈലി, അല്ലാതെ അതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഈ സഹകരണ മേഖലയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോവില്ലേ കാര്യങ്ങൾ? ഒരു ആശയക്കുഴപ്പമില്ല. സഹകരണ മേഖല ഇതിനേക്കാൾ വെല്ലുവിളി വന്ന് നമ്മൾ അഭിമുഖീകരിച്ചല്ലോ. ഇപ്പോൾ കേന്ദ്രം ഇതിനെ ആകെ തകർക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങളും വെല്ലുവിളികളും എല്ലാം അതിജീവിച്ച് കരിവെണ്ണൂർ വന്നപ്പോൾ എല്ലാം തകർന്നു എന്ന് പറഞ്ഞ് മാധ്യമം വാഴ്ത്തി. ഇപ്പോൾ അവിടെ 132 കോടി രൂപ നിക്ഷേപകർക്ക് മടക്കി കൊടുത്തു. 1 ലക്ഷം രൂപ വരെ കിട്ടാനുള്ള ഒരാൾക്കും ഇനി ഒരു പൈസ കിട്ടാനില്ല. അപ്പോൾ അത്തരത്തിൽ അവർ റിക്കവർ ചെയ്ത് ഇപ്പോൾ അവരുടെ സ്വർണ്ണപ്പണി എടുക്കാൻ തുടങ്ങി, ലോൺ കൊടുക്കാൻ തുടങ്ങി. പഴയതുപോലെ ആ ബാങ്ക് മുന്നോട്ട് വന്നു. അപ്പോൾ ആ മേഖല കരുത്താർജിച്ച് മുന്നോട്ട് വരുന്നു. ഏത് പ്രതിസന്ധി വന്നാലും നേരിടുമെന്നല്ലേ സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ ക്രമക്കേട് പരിശോധിക്കും, അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കുമോ? അത് പരാതി ഇപ്പോൾ ഏത് സ്ഥലത്ത് വന്നാലും നമ്മൾ നോക്കേണ്ടി വരുമല്ലോ. ഇപ്പോൾ ഇതുവരെ ഒരു പരാതി നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. വന്നാൽ പരിശോധിക്കും, അത്രേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ.